പ്രേതക്കപ്പലിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടോ? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താന്നുപോയ ഒരു കപ്പലുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ആ കപ്പൽ കരക്കടിഞ്ഞപ്പോൾ ആ കപ്പലിലെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും, ആ കപ്പൽ എങ്ങനെയായിരിക്കും എന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു കൗതുകം കൊണ്ട് ഈ കപ്പൽ കാണാൻ വേണ്ടി കർണാടകയിലേക്ക് യാത്ര ചെയ്യും. ആ കപ്പലിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രേതക്കപ്പലിലെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ പ്രേതക്കപ്പൽ ഉള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരാണ് പടുബിദ്രി. കർണാടകയിലെ ഒരു സ്ഥലമാണ് പടുബിദ്രി. അപ്പോൾ പടുബിദ്രിയിലുള്ള കടൽ തീരത്തിന് സമീപത്തായിട്ടാണ് ഈ ഒരു ബോട്ട് വന്നടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താണുപോയ അലയൻസ് ടഗ് എന്നറിയപ്പെടുന്ന ബോട്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കപ്പലുകളെ നങ്കൂരമിടാൻ ഉപയോഗിച്ചിരുന്ന ഒരു ബോട്ടാണ് ഈ കാണുന്നത്. 2021 മൺസൂൺ കാലത്ത് ഈ കപ്പല് അതിലുണ്ടായിരുന്ന ആളുകളും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ താണുപോയി. ആ കപ്പലിലുണ്ടായിരുന്ന ആരും ഇതുവരെ ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ഈ കപ്പല് മാത്രമാണ് കരയ്ക്ക് അടിഞ്ഞത്. അപ്പോൾ ഈ കാണുന്നതാണ് അലയൻസ് ടഗ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രേതക്കപ്പൽ എന്നറിയപ്പെടുന്ന ഈ കപ്പലിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പോൾ സുരക്ഷ കണക്കിലെടുത്ത് ഈ ബോട്ടിനകത്ത് നമുക്ക് കയറാനായിട്ട് പറ്റത്തില്ല. കാരണം ഇത് ഒത്തിരി തുരുമ്പിച്ചൊക്കെ കിടക്കുകയാണ്. നല്ല നീളമുണ്ട് ഈ ഒരു ബോട്ടിന്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ചവിട്ടുന്ന സ്ഥലം എവിടെയാണോ ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് വേണം ഈ ഒരു ബോട്ടിലെ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രേതക്കപ്പൽ എന്നറിയപ്പെടുന്ന അലയൻസ് ടഗും ആ ബോട്ടിലെ കാഴ്ചകളും. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ
പ്രേതക്കപ്പൽ എന്നറിയപ്പെടുന്ന അലയൻസ് ടഗിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കർണാടകയിലെ പടുബിദ്രി എന്ന സ്ഥലത്ത് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ബോട്ട് പ്രേതക്കപ്പൽ കാണാൻ മറന്നു പോകരുത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. കടൽ തീരത്ത് ഈ ഒരു ബോട്ട് വന്ന് അടിഞ്ഞു കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുന്നിലുള്ള ഇന്ത്യൻ മഹാസമുദ്രവും അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബോട്ടിലെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പക്ഷെ നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു പുതിയ കാഴ്ചകൾ തേടി.